ഇവിടെ ബെഞ്ചമിൻ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, ഈ ഇരിക്കുന്ന ആരും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ബെഞ്ചമിന്റെ അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ ആണെന്നാണ് വരുൺ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണോ? പറയണം ബെഞ്ചമിൻ. അങ്ങനെയാണെങ്കിൽ തന്റെ അച്ഛന്റെ ബിസിനസ് അല്ല, അദ്ദേഹത്തിന്റെ ഓഫീസ് എവിടെയാണ്? ഏത് മേഖലയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? സോറി സാർ, എന്റെ അച്ഛന്റെ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കണിമംഗലം ഗ്രൂപ്പ് അനുഭവിക്കുന്ന പ്രോബ്ലംസ് പരിഹരിക്കാൻ പരിപൂർണമായിട്ടും സഹകരിക്കാൻ താൻ തയ്യാറാണോ? സാർ, എന്ത് സംശയം സാർ? സാറിന് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ ടോട്ടൽ സ്റ്റാഫിന് പുറത്ത് ആരൊക്കെയായിട്ടാണ് കണക്ഷൻ, സ്ഥിരമായിട്ട് അവർ ആരൊക്കെ വിളിക്കുന്നു, എവിടെയൊക്കെ പോകുന്നു, ഇതെല്ലാം ചെക്ക് ചെയ്യാനാണ് നമ്മുടെ തീരുമാനം. ഒരു പക്ഷേ നമ്മുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതേത് വഴിയാണെന്ന് കണ്ടെത്താൻ ബെഞ്ചമിൻ ഞങ്ങളെ സഹായിക്കില്ലേ? ഇല്ല ബെഞ്ചമിൻ? തീർച്ചയായിട്ടും സാർ. ചിലപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതെ ബെഞ്ചമിൻ, ചിലപ്പോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിച്ച ഒരാളാവാം, കഴിവുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ഒരാളും ആവാം. അങ്ങനെ ആയിക്കൂടെ ബെഞ്ചമിൻ? ഓക്കെ ബെഞ്ചമിൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സംശുദ്ധരായിരിക്കണം. ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് മറ്റുള്ള സ്റ്റാഫുകളോട് പറയാൻ വേണ്ടി ബെഞ്ചമിന്റെ ഫോൺ തന്നെ പരിശോധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. സോ താൻ ആ ഫോണൊന്ന് മെച്ചപ്പെടുത്തി വെക്കേ. അയ്യോ സർ, അതെന്താ എന്നോട്? വരുൺ പറഞ്ഞില്ലേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. താൻ പരമശുദ്ധനല്ലേ? അപ്പൊ പിന്നെ ഫോൺ മേശപ്പുറത്ത് വയ്ക്കുന്നോണ്ട് തനിക്കെന്താ? അല്ല, തന്റെ പേഴ്സണൽ കോണ്ടാക്ട് ഒന്നും ഞങ്ങൾ നോക്കില്ല. സർ, അതെനിക്ക് ബുദ്ധിമുട്ടാണ് സർ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ അതൊരു ബുദ്ധിമുട്ടാവുന്നത്? സത്യം പറ, നീ എന്നെ ചതിക്കായിരുന്നില്ലേ? ഈ കമ്പനിയെയും ഇവിടെയുള്ള ആളുകളെയും നീ ചതിക്കായിരുന്നില്ലേ? വരുൺ, ഒരു കാരണവശാലാണ് വെറുതെ വിടരുത്. ഇല്ലേട്ടാ, അവനെ വിശ്വസിച്ചാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഇന്ന് ഞാനത് തിരുത്തും. നീ വേഗം പോ. ബെഞ്ചമിൻ സർ, പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. കണിമംഗല ഗ്രൂപ്പിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണെന്ന് അച്ഛനും മക്കൾ കണ്ടെത്തി കഴിഞ്ഞു. താനിപ്പോ എവിടെയാ? ഞാനിപ്പോ ഡ്രൈവിംഗിലാ. എന്റെ തൊട്ടു പുറകെ വരുണ സൂര്യയുണ്ട്. അവരുടെ കയ്യിലെങ്ങാനപ്പെട്ട പ്രശ്നമാണ് സാർ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ബെഞ്ചമിൻ, താൻ പിടികൊടുക്കരുത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കും. ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയണം. കുറച്ച് മുന്നോട്ട് തിരിയുമ്പോൾ ഒരു ഗോഡൌൺ ഉണ്ട്. ആ ഗോഡൌണിനടുത്ത് എത്തുമ്പോൾ നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടാവും. വരുണിനെയും സൂര്യയും അവര് നേരിട്ടോളും. പക്ഷേ അവിടം വരെ എത്തുന്നതിനകത്ത് ഒരു കാരണവശാലും താൻ അവർക്ക് പിടികൊടുക്കരുത്. ശരി സാർ, ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തിക്കോളാം.
എടാ ഒരു കാരണവശാലും അവനെ വെറുതെ വിടരുത്.